ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. കേരളത്തിൽ വീണ്ടും മുത്തലാഖ്. വാട്സപ്പ് സന്ദേശമായാണ് മുത്തലാഖ് ചൊല്ലിയിട്ടുള്ളത്. അവരുടെ ഭാര്യ പറയുന്നത് കേൾക്കാം. ഉപ്പാൻ്റെ ഫോണിലേക്ക് വാട്സപ്പ് വഴിയായിട്ട് മുത്തലാഖ് ചൊല്ലിയതാണ്. ഇനി ഓളെ എനിക്ക് വേണ്ട, അതുകൊണ്ട് 3 തലാഖും ചെല്ലുന്നു എന്നിട്ട് വോയിസ് ക്ലിപ്പായിട്ട് ഉപ്പാൻ്റെ ഫോണിലേക്ക് അയച്ചതാണ്. ഈ വ്യക്തി ഇന്ത്യയിലൊന്നും അല്ലാന്ന് തോന്നുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ മുത്തലാഖ്, ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ ഒഫൻസ് ആണ്. 3 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ആ വ്യക്തി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ മുത്തലാഖിന്റെ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ലോകത്ത് ആരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ? പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചെല്ലി. എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ അല്ല, ഇനി കുറച്ചു വർഷം ജയിലിൽ കിടക്കാം. ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് പുറം രാജ്യത്താണ്. എന്നാൽ സർക്കാർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അവനെ ഇങ്ങ് എത്തിക്കാനുള്ള പരിപാടികൾ ചെയ്യുക. അല്ലാതെ അവൻ വരുന്നത് വരെ കാത്തു നിൽക്കരുത്. അവൻ ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ വേറൊരു കാര്യമാണ്, പറഞ്ഞത് അനുസരിച്ച് താമസിക്കണം അല്ലെങ്കിൽ നിൽക്കണം എന്നൊരു കാര്യം. അതെന്താണെന്നല്ലേ, കേട്ടു നോക്കൂ. വീട്ടിൽ നിന്ന് 2.5 വർഷമായിട്ട് പീഡനം ഉണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവ് ഉണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു. റൂമിൽ പൂട്ടിയിടുകയും ഭക്ഷണം തരാതെ, കഴിയാതായെങ്കിൽ പനി വന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇവിടുന്ന് എൻ്റെ ഉമ്മാവും ഉപ്പാവും ഭർത്തൃ വീട്ടിലേക്ക് വന്നിട്ട് കൊണ്ടുപോക്കും. 2.5 വർഷമായി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പീഡനം അനുഭവിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതായത് ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിടുകയും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൾ മനസ്സിലാക്കണം, ഭർത്താവ് മാത്രമല്ല ഇതിൽ കുടുങ്ങാൻ പോകുന്നത്. ഇതിൽ കുടുങ്ങാൻ പോകുന്നത് ഭർത്താവിന്റെ വീട്ടുകാരൻ കൂടിയാണ്. പീഡന കേസിലും കൂടി ഇവര് കുടുങ്ങും. എന്നാൽ ഈ ഒരു സംഭവത്തിലൊക്കെ ഭർത്താവ് ഈ പെൺകുട്ടിയെ സപ്പോർട്ടായിരുന്നു. കാരണം ഇയാള് നാട്ടിലില്ല, പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നീ അവിടെ താമസിക്കേണ്ട, നീ നിന്റെ വീട്ടിൽ താമസിച്ചാൽ മതി, ഞാൻ വന്നു കഴിഞ്ഞാൽ മാത്രം നീ എന്റെ വീട്ടിൽ താമസിച്ചാൽ മതി എന്നൊരു കാര്യത്തിലൊക്കെ എത്തിയതാണ്. അതിനുശേഷമാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുള്ളത്. ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ ഒരു കാരണമുണ്ട്. അതിനു മുൻപായി ഇതൊന്ന് കേട്ടോ. സഹിക്കാൻ കഴിയായിട്ട് ഞാൻ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഇനി എന്തെങ്കിലും ആവും, അതിന് മുന്നേ എന്നെ കൊണ്ടോ, അല്ലെങ്കിൽ പത്ര വീട്ടുകാർ എന്നെ എന്തെങ്കിലും ആക്കും. കണ്ടല്ലേ, സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു. വീട്ടിൽ നിന്ന് ആ ബാപ്പ വന്നിട്ട് കൂട്ടിട്ട് പോയി. ഇതാണ് വേണ്ടത്. ഇതുപോലത്തെ മക്കളാണ് വേണ്ടത്. ഒരു പ്രശ്നം നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരുപാട് നമുക്കറിയാം കേസസ്, മാതാപിതാക്കളോട് പറഞ്ഞിട്ട് അവരവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞ കേസസ് ഒരുപാടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും 1-2 തവണ. പക്ഷെങ്കിൽ അതിനുശേഷം ഈ ഒരു മാതാവും പിതാവും ആ വീട്ടുകാരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് വേണ്ടത്. കാരണം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാല് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പരമാവധി ആളുകളിൽ എത്തിക്കാൻ ശ്രമിക്കണം. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു ജീവൻ അവിടെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്തു തന്നെ, അല്ലെങ്കിൽ ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്തു തന്നെ, എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. പക്ഷെങ്കിൽ ആ തക്ക സമയത്ത് ഈ ഫാമിലി ഇടപെട്ട് ആ പെൺകുട്ടിയെ വീട്ടിലെത്തിച്ചതുകൊണ്ട് ആ പെൺകുട്ടി സുരക്ഷിതമായി. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ന്യൂസ് കേൾക്കാമായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ കേട്ടുകൊണ്ടിരുന്ന ന്യൂസ്, ഒന്നെങ്കിൽ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകം. അതൊന്നുമില്ലാതെ ഈ കുട്ടി രക്ഷപ്പെട്ടു. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ നാണക്കേടും സൊസൈറ്റി എങ്ങനെ കാണും, സമൂഹം എങ്ങനെ കാണും, ഇനി വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ എങ്ങനെ കാണും എന്നൊക്കെ ആലോചിച്ചിട്ട് മക്കളെ അവിടെ തന്നെ തുടരാൻ വേണ്ടി നിർബന്ധിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു പാഠമായി ഇരിക്കട്ടെ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കണം എല്ലാവരും. കാരണം മക്കൾ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പറ്റുന്നില്ലെങ്കിൽ തിരിച്ചിങ്ങ് പോര് എന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അല്ലെങ്കിൽ പോയി കൂട്ടിയിട്ട് വരാനുള്ള ഒരു മനസ്സ് കാണിക്കണം എല്ലാവരും. അങ്ങനെയാണെങ്കിൽ എല്ലാ പെൺമക്കളും സുരക്ഷിതവും അവർക്കൊരു സമാധാനവും ഉണ്ടാവും. കാരണം എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരുണ്ടാവും എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവും. ആ ഒരു വിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇവന്റെ സ്വഭാവം മാറിയതിനുള്ള കാരണം, ഇവൻ ഏകദേശം 50 പവൻ സ്വർണം ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീധനമായിട്ട്. എന്നാൽ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ 20 പവനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അത് കിട്ടിയതിനു ശേഷം അവരത് വിറ്റു. അതിന്റെ പൈസയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അത് കിട്ടിയതിന് ശേഷമാണ് അവന്റെ സ്വഭാവം മുഴുവനായിട്ട് മാറുന്നത്. അവൻ പറഞ്ഞു ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്ര കാലം കാത്തിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവൻക്ക് ആ പെണ്ണിനല്ല വേണ്ടത്, അവൻക്ക് ആ സ്വത്തായിരുന്നു വേണ്ടത്. ഐ മീൻ ആ സ്ത്രീധനമായിരുന്നു വേണ്ടത്. അത് കിട്ടിയതിന് ശേഷം അവൻ പറഞ്ഞു ഇനി നിങ്ങളെ മോളെ എനിക്ക് വേണ്ട എന്നൊരു കാര്യം. എങ്ങനെ ഇരിക്കുന്നു? സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ഒരുപോലെ കുറ്റകരം തന്നെയാണ്. എന്നിരുന്നാലും പല പാരന്റ്സും സ്ത്രീധനം കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ മകൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചോട്ടെ എന്ന ഒരൊറ്റ കാരണത്താലാണ്. പക്ഷെ ഒരിക്കലും ഈ സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. കാരണം ഈ സ്ത്രീധനം ചോദിച്ചിട്ട് വരുന്നവർക്ക് വേണ്ടത് സ്ത്രീധനമാണ്, ആ കുട്ടിയെയല്ല. ആ കുട്ടിയെ അത്ര സ്നേഹിക്കില്ല അവർക്ക് ഫോക്കസ് എന്ന് പറയുന്നത് സ്ത്രീധനമാണ്. ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുകൾക്ക് പെണ്ണ് കൊടുക്കാനേ പാടില്ല. അങ്ങനെ ആയാൽ തന്നെ ഇവരെ ഇങ്ങനെ സ്ത്രീധനം ചോദിച്ചിട്ട് വരുന്ന ആളുകളെ എക്സ്പോസ് ചെയ്താൽ, നമ്മളെ സൊസൈറ്റിയിലേക്ക് എക്സ്പോസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ സ്ത്രീധനം ചോദിക്കുന്ന ഒരു പരിപാടി അതങ്ങ് നിൽക്കും. ഇത് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പ്രശ്നം. സ്ത്രീധനം ഇന്ത്യയിൽ പ്രോഹിബിറ്റഡ് ആണ്, നിരോധിച്ച ഒരു കാര്യമാണ്. എന്നിട്ടും ഈ സ്ത്രീധനത്തിന്റെ പ്രശ്നം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം തന്നെയാണ് അത്. കാരണം സമൂഹം ആ ഒരു കാര്യത്തെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു എക്സാമ്പിൾസ് ആണ് ഈ ഇതുപോലത്തെ ഒരുപാട് കല്യാണങ്ങൾ എന്ന് പറയുന്നത്. കാരണം കല്യാണം നടക്കുമ്പോൾ ആരും അറിയില്ല എത്ര സ്ത്രീധനം നൽകി എന്നുള്ള കാര്യം. പക്ഷെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോഴാണ് ഇത്ര സ്ത്രീധന തുക കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ആളുകളും സൊസൈറ്റിയും എല്ലാം അറിയുന്നു. ഒരു കുടുംബത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ തമ്മിലൊന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരിക്കും. പക്ഷെങ്കിൽ ഇതിന്റെ ഇടയിൽ ചില ആളുകൾ വരും. അതേ പ്രശ്നമാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ശരിക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അത് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ പെൺകുട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ ഭർത്താവിന്റെ സഹോദരിയാണ് ഇതിനൊക്കെ പ്രശ്നം എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ ഭർത്താവിനെ വിളിച്ച് അറിയിച്ചു. അതിനുശേഷമാണ് ഭർത്താവിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതായത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരാൾ നെടുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തകർന്നു ഒരു ജീവിതം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഭാര്യയും ഭർത്താവും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഒന്ന് ഇരുന്ന് സംസാരിക്കുക. എന്താണ് ശരിക്കും രണ്ടാളും പ്രശ്നം എന്നുള്ളൊരു കാര്യം. അധിക പ്രശ്നങ്ങളും ഒരു 90% പ്രശ്നങ്ങളും അങ്ങനെ സോൾവ് ആയി പോകുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഫാമിലി കോടതിയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി അത് സിറ്റിങ്ങിന് ഇരുത്തുന്നുണ്ട്. 3 സിറ്റിങ്സിനാ മറ്റും ഇരുത്തുന്നുണ്ട് ഏകദേശം. അതിൽ സോൾവ് ആയി പോകുന്ന ഒരുപാട് കേസസ് ഉണ്ട്. നിസ്സാരമായിട്ടുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ള കേസസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം, അതിപ്പോൾ ഭാര്യയും ഭർത്താവുമാവട്ടെ, അല്ലെങ്കിൽ സഹോദരന്മാരാവട്ടെ, അമ്മയും അച്ഛനും, നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. സ്വന്തം അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഒക്കെയാണ് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നത്. ഇത്രയും വർഷം അവനെയൊക്കെ വളർത്തി വലുതാക്കുന്നത് വരെ കഷ്ടപ്പെട്ട ആളുകളാണ് ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ടാണ് അവരെ വീട്ടിൽ നിന്ന്, അതായത് ഇവനൊക്കെ മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനോ അല്ലെങ്കിൽ അവളോ ആരുമാവട്ടെ മക്കൾ ചവിട്ടി പുറത്താക്കുന്നത്. അതും നമ്മൾ ഒരുപാട് ന്യൂസസിൽ കണ്ടതാണ്. ഞാൻ തന്നെ 1-2 വീഡിയോസ് അതിനെപ്പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു, വിഷ്വൽസ് അടക്കം, ആ മാതാപിതാക്കളുടെ വിഷ്വൽസ് അടക്കം. കാരണം അങ്ങനെ കാര്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ബന്ധം എന്ന് പറയുന്നത് എല്ലാ ബന്ധത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട്. ആ ബന്ധമാണ് ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഓരോ കുടുംബ ബന്ധങ്ങളിലാണ് ഇന്ത്യയുടെ കൾച്ചർ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ആ കൾച്ചർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.